എൻ്റെയും ജേക്കബ് ജോർജിൻ്റെയും പോക്കറ്റിലേക്ക് എത്തുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ മീഡിയയെ കാണുമ്പോൾ ഇളക്കം ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം ഉണ്ട്, അതിൽ ഇവരൊന്നും മാറ്റമല്ല. പിന്നെ വിജിലൻസ് ഡയറക്ടറുടെ കത്ത് അങ്ങനെ പുറത്തുവന്നു. വിജിലൻസ് ഡയറക്ടർ CBI ഡയറക്ടർക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ വേണു, ഞാൻ പറഞ്ഞല്ലോ വിജിലൻസ് ഡയറക്ടറും മഹാനും KM എബ്രഹാം ഒരു മോശക്കാരനോ എന്നല്ല ഞാൻ പറയുന്നത്. ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഇതുപോലെ ഒരുപാട് നെറികേടുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാന്യന്മാരും മഹാന്മാരും എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥർ നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നത്. പുറത്ത് പോയപ്പോഴും നാണം കെട്ട് നിൽക്കുന്നത്. എങ്ങനെയാണ് ഭരണാധികാരികൾ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവാണ് വിൻസെന്റ് പോൾ. അദ്ദേഹം റിട്ടയർ ചെയ്ത് പുറത്തു പോകുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ്? സർവീസ് കാലം മുഴുവൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥരെന്ന് പേര് കേട്ട അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ UDF ഗവൺമെൻറ്റിൻ്റെ സകല കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന തെളിവുകൾ നശിപ്പിച്ച മോശക്കാരനായ ഉദ്യോഗസ്ഥരിൽ ദുഷ്പേരോട് കൂടിയാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അതത് ഘട്ടത്തിൽ ഭരണത്തിലിരിക്കുന്ന ഭരണ നേതൃത്വത്തിൻ്റെ തെറ്റായ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ തീർച്ചയായും തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഭരണ നേതൃത്വം അവരെ നേരായ വഴിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും തെറ്റ് ചെയ്തവർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. ശരിയാണ്. ആ തെറ്റ് പിടിക്കാൻ ശ്രീ മനോജ്, ഇവിടെ പക്ഷേ ജേക്കബ് തോമസ് ഏതെങ്കിലും തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് സംശയം. അതിൻ്റെ കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം, CBI പറയുകയാണ് ഹൈക്കോടതിയിൽ ജേക്കബ് തോമസിനെതിരെയുള്ളത് ഗുരുതരമായ ആക്ഷേപമാണ്, അത് കോടതി പറഞ്ഞാൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന്. അടുത്ത ദിവസം ജേക്കബ് തോമസ് ചെയ്യുന്ന കാര്യം എന്താണ്? അടുത്ത ദിവസം, ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ സന്ദർഭങ്ങൾക്ക്, അടുത്ത ദിവസം അദ്ദേഹം ചെയ്യുന്നത് ജോമോൻ പുത്തമ്പരിക്കൽ തന്നെ മുൻപ് ചൂണ്ടിക്കാട്ടിയ ഈ റെസ്റ്റ് ഹൗസുകൾ ഉപയോഗിച്ച് അതിൻ്റെ വാടകപ്പണം CBI നൽകാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അതിവേഗം കൈക്കൊള്ളുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ FIR ഇട്ടിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ്. യാദൃച്ഛികമാണോ? ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആക്ഷേപത്തിൻ്റെ കാലത്തെ അങ്ങേയറ്റം പഴക്കമുള്ളത് എന്ന് പറയുന്നുണ്ടല്ലോ. അത് 2006 തുടങ്ങിയിട്ടുള്ള 2003 മുതൽ 2006 വരെയാണെന്ന് വിചാരിക്കാം. എന്തായാലും 2002 ശേഷമാണ്. ഇത് 99 മുമ്പ് തൊട്ട് തുടങ്ങിയതാണ്. ഈ CBIയുടെ റെസ്റ്റ് ഹൗസുകൾ ഉപയോഗിക്കുന്നതിലെ വാടക കൊടുക്കാതിരിക്കൽ 99 മുതലുള്ള കേസാണ്. അതാണ് അതിവേഗത്തിൽ അദ്ദേഹം ഇപ്പോൾ നടപടിയിലേക്ക് പോകാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളുടെ സന്ദർഭം പ്രധാനമാണ്. ശ്രീ പി എം മനോജ്, തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ വേണോ? തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ജേക്കബ് തോമസ് CBIക്കെതിരെ ഇത്തരമൊരു നീക്കം നടത്തുന്നുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗം CBI അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞാൽ വേണു എങ്ങനെയാണ് നിഷേധിക്കുക? ഈ വാടക ഷീറ്റിന്റെ എന്താണ് ആ നിഷേധത്തിനുണ്ടാകുന്ന തെളിവ്? വാടക ഷീറ്റിന്റെ കാര്യമാണ്. ഒന്നാമതായി ഞാൻ പറയുന്നു ഈ പറയുന്ന അല്ലല്ല, ഒരു വാടക പ്രശ്നത്തിലാണ് CBI ജേക്കബ് തോമസിനെതിരെ നീങ്ങാൻ പോകുന്നത് എന്നത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ അത് വിശ്വസിക്കുന്നത് എത്രമാത്രം യുക്തിഭദ്രമാണെന്നത് പ്രധാനമാണ്. ഒന്ന്. രണ്ട്, ശ്രീ പി എം മനോജ്, ഇതിനേക്കാളൊക്കെ പ്രധാനം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും എന്ന് വെച്ചാൽ ഈ പറയുന്ന വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ജേക്കബ് തോമസിനെതിരെ ഉയർന്ന ഈ പ്രത്യേക പരാതിയിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. IAS IPS ഉദ്യോഗസ്ഥർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ അതിൻ്റെ മേൽ നടപടി വേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലെ ഒരു തുടർ നടപടി മാത്രമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലും നാം കണ്ടത്. ശ്രീ പി എം മനോജ്, ഈ വാടക പിരിക്കലുമായി ബന്ധപ്പെട്ട ദ്വേഷമല്ല അത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പരസ്പരം യുക്തിയില്ലാത്ത രീതിയിൽ ആരോപിക്കാം. അതിലപ്പുറം ഈ ചെയ്ത കാര്യങ്ങൾ നിയമപരമാണോ വസ്തുതാപരമാണോ എന്ന പരിശോധനയിലേ നമ്മൾ നടക്കേണ്ടത്. നമ്മളിപ്പോൾ എല്ലാ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് ആ സന്ദർഭത്തിൻ്റെ ചുറ്റും കഥയുണ്ടാക്കി അതിൻ്റെ പേരിലാണ് നമ്മൾ തീരുമാനങ്ങളിലെത്തുന്നത്, നമ്മൾ വിധിന്യായം കൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? ഒക്ടോബർ 7 ഈ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി. ആ വിധി അന്വേഷണം നടത്താനാണ്. ആ അന്വേഷണം നടത്തിയത് ജേക്കബ് തോമസ് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് ആ പരിശോധന നടത്തേണ്ടതല്ലേ? ആ പരിശോധനയിൽ എന്തെങ്കിലും അനൗചിത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടണം. ആ അനൗചിത്യം മാത്രമാണ് അതിൽ വിഷയം. അല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ സത്യസന്ധതയും മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ പകയും എന്ന നിലയിലേക്ക് അത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്ത് നമുക്ക് പോലും. എൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ജേക്കബ് ജോർജ്. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരാളിൻ്റെ ഒരു സ്ത്രീയുടെ ഭർത്താവ്
ആ ഭർത്താവ് മോശക്കാരനാണെന്ന് അവസാനം അറിയുന്ന ആളായിരിക്കും ആ സ്ത്രീ. നാട്ടുകാർ മുഴുവൻ പറഞ്ഞതിന് ശേഷമാണ് അറിയുക. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് നല്ലവനാണെന്ന് എല്ലാ ഘട്ടത്തിലും ആ സ്ത്രീ പറയും. അതുപോലെ നമ്മളിങ്ങനെ കണ്ണടച്ച് ഒരാൾ രണ്ടാം ഭാഗത്തിന് ശ്രീ ജേക്കബ് ജോർജ് മറുപടി പറയട്ടെ, അദ്ദേഹം സന്നദ്ധനായ സ്ഥിതിക്ക്. പക്ഷേ ശ്രീ പി എം മനോജ് പറഞ്ഞ ആദ്യത്തെ കാര്യം ഈ ചർച്ചയിൽ ഗുണപരമായ ഒരു ചൂണ്ടുപലക തന്നെയാണ്. ഒരാൾ സത്യസന്ധൻ, മറ്റൊരാൾ പകപോക്കുന്നു എന്നൊരു ദ്വന്ദ്വത്തിൽ നിന്നല്ല ഈ ചർച്ച പുരോഗമിക്കേണ്ടത്. നല്ല കാര്യം. പക്ഷേ മനോജും പത്രക്കാരനാണ്, മനോജിനേക്കാൾ സീനിയറാണ് ഞാൻ സീനിയറായിട്ട് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായിരുന്നു. പക്ഷേ മനോജ്, നമ്മുടെ ഒരു പേനായും പേപ്പറും ഉണ്ടെങ്കിൽ ആരും അഴിമതിക്കാരനാണെന്ന് എഴുതാം. വേണുവിനെ സംബന്ധിച്ച് ക്യാമറ ഉണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർമാരായിട്ട് അയച്ചാൽ മതി. പക്ഷേ ഒരാൾ സത്യസന്ധനാണെന്ന് പറയാൻ ഇരട്ട ചങ്ക് വേണം മനോജ്. എൻ്റെ അനുഭവം അതാ. ISRO ചാരക്കസ് അറിയാമല്ലോ, മനോജിന് അറിയാമല്ലോ. ഇവിടുത്തെ പത്രങ്ങൾ മുഴുവൻ, ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ നമ്പി നാരായണനെയും രമൺ ശ്രീവാസ്തവയും സാക്ഷാൽ K കരുണാകരനെയും പ്രതിക്കൂട്ടി നിർത്തിയപ്പോൾ അതിനെതിരെ എഴുതാൻ 1-2 പത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഞാനാ. നമുക്ക് വ്യക്തിപരമായ തലങ്ങളിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ പറയണ്ട, അത് ശരിയല്ലല്ലോ. അത് വിടാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ഈ ജേക്കബ് തോമസ് എല്ലാവർക്കുമെതിരെ, പ്രത്യേകിച്ചും കഴിഞ്ഞ UDF സർക്കാരിലെ പ്രമുഖർക്കെതിരെയൊക്കെ ഇങ്ങനെ പ്രതികാര നടപടികളുമായി പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, മറിച്ചും നടക്കുന്നുണ്ട് എന്നതിനൊരു ഉദാഹരണമായി. ഇപ്പോൾ ശങ്കർ റെഡ്ഡിക്കെതിരെ വന്ന ശക്തമായൊരു ആക്ഷേപം, സോളാറുമായി ബന്ധപ്പെട്ട അന്വേഷണം പരാതി കിട്ടിയപ്പോൾ നടത്താതെ മുക്കിയെന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച ആക്ഷേപം വന്നു ശങ്കർ റെഡ്ഡിക്കെതിരെ. വിജിലൻസിൻ്റെ അഭിഭാഷകനും നിയമോപദേഷ്ടാവും അവിടെ വാദിച്ചത് തെറ്റാണ്, ഇത് ഈ സ്വകാര്യ ഹർജി അംഗീകരിക്കേണ്ടതില്ല. കാരണം ഇത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ബന്ധപ്പെട്ടവർ ശങ്കർ റെഡ്ഡി അടക്കം ഇതിൽ വിശദീകരണം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തള്ളപ്പെടുകയും ചെയ്തൊരു കാര്യമാണ്. അതേ കാര്യം ഇവിടെ വീണ്ടും ഉന്നയിക്കുകയാണ് എന്ന് സോളാറുമായി ബന്ധപ്പെട്ടാണെന്ന് ആലോചിച്ചോണം. അപ്പോൾ വളരെ ബോധപൂർവം UDFനെ പ്രതിക്കൂട്ടിലാക്കാൻ, അല്ലെങ്കിൽ UDFന് സഹായകരമായി നിന്ന ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കാനൊക്കെ ശപഥം ചെയ്തു വന്നിരിക്കുന്ന ഒരു പ്രതികാര രൂപമൊന്നുമല്ല, പ്രതികാരമൂർത്തിയൊന്നുമല്ല ജേക്കബ് തോമസ്. ഞാൻ ഈ ചർച്ചയിൽ ആദ്യം തന്നെ പറഞ്ഞു, ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ ഒന്നും ഈ ചർച്ചയിൽ നമ്മളാരും, അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയോ ഞാനോ ഒരിക്കലും ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അതേസമയം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അദ്ദേഹം തെറ്റു ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു. കാരണം അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ ഒരു കോളേജിൽ പോയി അധ്യാപനം നടത്തി ശമ്പളം വാങ്ങിച്ചു, അവർ കൊടുത്ത് കാർ ഉപയോഗിച്ചു, എല്ലാം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെൻറ് പരാതി കിട്ടുകയും കേന്ദ്ര ഗവൺമെൻറ് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല, പേഴ്സണൽ മന്ത്രാലയവും രണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു IPS ഓഫീസർ, അതും സീനിയറായ ഒരു IPS ഓഫീസറായ ജേക്കബ് തോമസിനെതിരെ അന്വേഷണം നടത്താൻ നിയോഗിച്ചത് കൺഫേർഡ് IPS പോലും ഇല്ലാത്ത ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയാണ്. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് ബോധ്യമായി. കേന്ദ്ര ഗവൺമെൻറ് UDF ഗവൺമെൻറ്റിനോട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു, നടപടിയെടുത്തില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു നടപടിയെടുക്കണം. അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു കക്ഷിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനോടാണ് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് എടുത്തില്ല. ഇപ്പം തന്നെ ഒരു കാര്യം പറയാം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ നിയമപരമായ ഒരു മറുവാദം, ഞങ്ങളോടാണ് മുൻകൂർ അനുമതി വാങ്ങേണ്ടത്. ഞങ്ങളോട് മുൻകൂർ അനുമതി വാങ്ങേണ്ട ഒരു കാര്യത്തിൽ അങ്ങനെ വാങ്ങാതിരുന്നെങ്കിൽ പിന്നെ മുൻകാല പ്രാബല്യത്തോടെ അതിൽ കുറ്റവിമുക്തനാക്കാനുള്ള അധികാരവും ഞങ്ങളിൽ നിക്ഷിപ്തമല്ലേ, അതാണ് ഞങ്ങൾ വിനിയോഗിച്ചത്. അതിലൊരു ചെറിയ പെശ കൊണ്ട് വീണു. ഈ IPS ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർവീസിലേക്ക് നിയോഗിക്കപ്പെടുന്നവരാണ്, ഓരോ സ്റ്റേറ്റിലേക്ക്. അതേസമയം IPS IAS ഓഫീസർമാർ ഡയറക്റ്റ് ലിങ്ക് ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായി സെൻട്രൽ ഗവൺമെൻറ്റും സെൻട്രൽ പേഴ്സണൽ മന്ത്രാലയവും ഇതിലൊരു കക്ഷിയാണ്. അതുകൊണ്ടാണ് ഈ കേസ് കോടതി വന്നപ്പോൾ ഈ വക്കീൽ, CBIയുടെ വക്കീൽ, CBI വക്കീലിൻ്റെ കക്ഷി ആരാ? വക്കീലിൻ്റെ കക്ഷി CBI ആണ്. അപ്പോൾ കക്ഷിക്ക് വേണ്ടിയാണ് വക്കീൽ ഹാജരായത്. അപ്പോൾ ഡയറക്ടറോട് എഴുതി, ഡയറക്ടർ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ ഡയറക്ടർ അറിയാം. ഇപ്പോൾ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ഒരു കേസിൽ ഹാജരാകുന്ന മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ശുദ്ധ അസംബന്ധമല്ലേ? മുഖ്യമന്ത്രി അറിയാതെ, ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ AG എങ്ങനെ ഒരു കേസിൽ ഹാജരാകുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്തൊരു കക്ഷി. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇപ്പോൾ ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് ഇതിൻ്റെ പരാതിക്കാരൻ എന്താ ഇവിടെ പറഞ്ഞത്? പരാതിക്കാരൻ പറഞ്ഞത് ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ പ്രാഥമികമായി ഒരു അന്വേഷണം നടത്തി ഈ പരാതിക്ക് അടിസ്ഥാനമുണ്ടെങ്കിലാണ് FIR ഇട്ട് കേസെടുക്കുന്നത്. പക്ഷേ സാർ, ജോമൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ഫ്ലാറ്റിന്റെ വില അറിയില്ല എന്ന് അദ്ദേഹം. അതെ, വിശ്വസിക്കാമോ? അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ഈ പറയപ്പെടുന്ന IAS ഓഫീസറായ ഈ പറയപ്പെടുന്ന ഫൈനാൻസ് സെക്രട്ടറി അതിൻ്റെ വില അറിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോയി അളക്കേണ്ട കാര്യമില്ലല്ലോ. തൊട്ടടുത്ത ഫ്ലാറ്റിൽ അന്വേഷിച്ചാൽ മതിയല്ലോ, നിങ്ങൾ എത്ര രൂപയ്ക്കായി ഫ്ലാറ്റ് വാങ്ങിച്ചത്, ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റ് എത്രയാണ്, ഇതൊക്കെ പോട്ടെ. ജേക്കബ് തോമസിന് അവിടെ ഫ്ലാറ്റ് ഉണ്ടെന്നും ആ ഫ്ലാറ്റ് അദ്ദേഹം വിറ്റെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതാരും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ലേ ഉള്ളൂ. അപ്പം ഇപ്പോൾ അളക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രാഥമികമായി ഈ പറഞ്ഞ കണക്ക് സ്വത്ത് അധികം സമ്പാദിച്ചിട്ടു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് FIR ഇട്ട് കേസെടുത്തിട്ട് പോയി അളക്കണം. എന്തിനാണ് അളക്കാതിരിക്കുന്നത്? പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല. KM മാണി അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റിൽ നമ്മൾ പറയുന്നുണ്ട് റവന്യൂ ഇംഗത്തിനതീതമായി, ഇംഗത്തിനതീതമായി പണം കണ്ടുപിടിക്കുന്ന ഒരു സോഴ്സിനെ കുറിച്ച് അന്നും എബ്രഹാം ധനകാര്യ സെക്രട്ടറിയാണ് ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റിലും പറഞ്ഞിട്ടുണ്ട് ഈ പണം സമാഹരിക്കുന്നതിനെ കുറിച്ച്. അത് തന്നെയാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ കിഫ്ബി എന്ന പേരിൽ, അപ്പോൾ തോമസ് ഐസക്കിൻ്റെ കിഫ്ബി എന്ന പേരിൽ. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണോ ഇല്ലയോ എന്നൊരു വാദപ്രതിവാദത്തിനും ഞാനില്ല. പക്ഷേ അദ്ദേഹം പ്രാഗൽഭ്യമുള്ള ഉദ്യോഗസ്ഥനാണെന്ന് മാത്രമല്ല, ഇന്ന് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ CBI അന്വേഷണം നടക്കാനും വിജിലൻസ് അന്വേഷണം നടക്കാനും കാരണക്കാരൻ അദ്ദേഹമാണ്. കാരണം തോട്ടണ്ടി വാങ്ങിക്കാൻ കൊടുത്ത 30 കോടി രൂപ അതിന് വിനിയോഗിക്കാതെ വഴിമാറി ചെലവാക്കി അഴിമതി നടത്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2 അന്വേഷണങ്ങൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ നടക്കുന്നത്. ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ശ്രീ എബ്രഹാമിനെ ചെറുതാക്കി കാണാൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലും അറിയാതെയുള്ള ഏറ്റവും വസ്തുതാപരമായ വിവരങ്ങൾ അടങ്ങിയതാണ് ആ റിപ്പോർട്ട്. തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് എന്റെ കൈവശമുണ്ട്. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് വിജിലൻസിനെ ഭയക്കുന്നത് IAS തലപ്പത്തുള്ളവർ മാത്രമോ ഭരണ തലപ്പത്തുള്ളവരും ഉണ്ടോ? ഇടവേളയ്ക്ക് ശേഷം.